നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമ്മൾ കുഞ്ഞു മക്കളുള്ള വീടുകളിൽ മിക്കപ്പോഴും കുഞ്ഞുങ്ങൾ വീഴാറുണ്ട് അല്ലേ? മിക്കപ്പോഴും എന്നല്ല, എപ്പോഴും വീഴാറുണ്ട്. അപ്പോൾ തലയിടിച്ചായിരിക്കും കൂടുതലും കുഞ്ഞുങ്ങൾ വീഴുന്നതും. അപ്പോൾ തലയിടിച്ച് വീണ് കഴിയുമ്പോൾ പാരൻസിന് ഭയങ്കര പാനിക്കാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ നമ്മൾ ചിന്തിച്ച് പോകുന്നത് കുഞ്ഞിൻ്റെ CT എടുക്കണോ അതോ ഒബ്സർവേഷൻ മതിയാവോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ CT, ഈ ഒബ്സർവേഷൻ, ഈ രണ്ട് കാര്യങ്ങളും അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ്, മെക്കാനിസം ഓഫ് ഇഞ്ചുറി, അത് എങ്ങനെ വീണു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഹൈറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ പടിയിൽ നിന്നാണോ വീണത്, സ്ലിപ്പായി വീണോ, ഇതെല്ലാം മെക്കാനിസം ഓഫ് ഇഞ്ചുറിയിൽ വരുന്ന കാരണം. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് ലക്ഷണങ്ങൾ. കുഞ്ഞിന് വീണ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫീഡിങ് ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്നുണ്ടോ, അതല്ല ഭയങ്കരമായിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 3 രീതിയിൽ തരംതിരിക്കാം. നമുക്ക് CT വേണോ ഒബ്സർവേഷൻ വേണോ എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹോമിൽ തന്നെ, നമുക്ക് വീട്ടിൽ തന്നെ അമ്മമാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 രീതിയിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത്, കുഞ്ഞ് ഇപ്പോൾ ആക്റ്റീവാണ്, കുഴപ്പമില്ല, വേറെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞിനില്ല, കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നില്ല, ടയേർഡല്ല, ഫീഡിങ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ടെൻസ്ഡ് ആവേണ്ട കാര്യം ഇല്ല. പക്ഷേ മിക്കവരും ന്യൂബോൺസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു 6 months 8 months നടന്നു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമുക്ക് ടെൻഷനാണ്. സോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കും. പക്ഷേ നമുക്ക് ആ ടെൻഷൻ്റെ തോത് നമുക്കൊന്ന് കുറയ്ക്കാം അല്ലേ? ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും കുഞ്ഞിനില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒബ്സർവേഷൻ മാത്രം മതിയായിരിക്കും. വീട്ടിൽ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതിയാവും. സെക്കൻഡ്, നമ്മൾ നോക്കുന്നത് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നില്ല, ആക്റ്റീവ് അല്ല, ഇപ്പോൾ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ബ്ലീഡിങ് വരുന്നുണ്ട്, കുഞ്ഞ് ഫീഡ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കുന്നില്ല, കോൺഷ്യസ് അല്ല, അതല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്, അത് വീണ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒമിറ്റിങ്, കൂടുതലായിട്ട് ഒമിറ്റിംഗ് ആണ്, എക്സസീവായിട്ട് ക്രൈയിങ് ആണ്, ഭയങ്കരമായിട്ട് കരച്ചിലും ഉണ്ട്, നിർത്തുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസേൺ ആണ് കുഞ്ഞിന് എന്താണ് എന്നുള്ളത്. കാരണം CT ചിലപ്പോൾ കുഞ്ഞിന് വേണ്ടി വരും. കാരണം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കഴിവതും വീട്ടിൽ അങ്ങനെ ഒന്ന് നോക്കിയിരിക്കാണ്ട് നമ്മൾ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, കുഞ്ഞിന് ചെറിയ ടയർഡ്നെസ് ഉണ്ട്, പക്ഷേ വൊമിറ്റിംഗ് ഇല്ല, കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടില്ല, ഇച്ചിരി ഒന്ന് ആക്റ്റീവാണ്, ഫീഡ് കുഴപ്പമില്ല, ഇടയ്ക്ക് ചിലപ്പോൾ 1-2 വട്ടം വൊമിറ്റ് ചെയ്തു, പക്ഷെ അത് എക്സസീവായിട്ടല്ല, കരച്ചിലും വലിയ പ്രശ്നമില്ല, ഓക്കെ ആണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു 6 to 12 hours ഒരു ഒബ്സർവേഷൻ മാത്രം മതിയായിരിക്കും. അപ്പോൾ ഈ 3 കാറ്റഗറി നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ കുഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഉടനെ പാനിക് ആവുകയല്ല വേണ്ടത്. നമ്മൾ എങ്ങനെയാണ് മെക്കാനിസം, എങ്ങനെ വീണു എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. മാത്രമല്ല കുഞ്ഞിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുഞ്ഞിൻ്റെ പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ബ്ലീഡിങ് വരുന്നുണ്ട്, ഒമിറ്റിംഗ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഒമിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് മാത്രമല്ല, 2 രീതിയിലുള്ള പാരൻസും ഉണ്ട് നമുക്കിടയിൽ അല്ലേ. ചിലവർ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരിൽ ഈ ഒരു ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ശരിയായിക്കോളും, അല്ലെങ്കിൽ പിന്നെ ഓക്കെ ആയിക്കോളും എന്നുള്ളൊരു തോട്ടിൽ ഇരിക്കാതെ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ ഈ 3 രീതിയിൽ, ഈ 3 കാറ്റഗറിയും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. കുഞ്ഞുമക്കളുള്ള വീടുകളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മിക്ക കുഞ്ഞുങ്ങളെയും തലയായിരിക്കും ഇടിക്കുന്നത്. അപ്പോൾ തല മുഴച്ച് വരിക അല്ലെങ്കിൽ മുറിയുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതും അത്യാവശ്യമാണ്. താങ്ക് യു.